വംശീ വിഭൂഷിതകരാൽ നവനീരജാവാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അഷ്ടാശീതിതമോധ്യായ 88 അധ്യായം. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്ത്യാശിവം ശിവം പ്രായസ്തേ ധനിനോ ഭോജ നതു ലക്ഷ്മ്യാപതിം ഹരിം ഏതൽ വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹൻഹിന വിരുദ്ധശീലയോ പ്രഭോർ വിരുദ്ധ ഭജതം ഗതി. പരീക്ഷിത് രാജാവ് ശ്രീ ശിവബ്രഹ്മേശ്വരോട് ചോദ്യം ചോദിക്കുകയാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ. എന്താണ്? ദേവാസുരമനുഷ്യേഷു, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, ഇവരുടെയൊക്കെ ഇടയിൽ ഏ അശിവം ശിവം ഭജന്തി, അതായത് യാവച്ചലര് അല്ലെങ്കിൽ ആരാണ് ഈ അശിവം ശിവം, അതായത് ഭോഗരഹിതനായിട്ടുള്ള ആ പരമേശ്വരനെ ഭജിക്കുന്നത്, അവർ പ്രായേണ ധനിന, അതായത് വലിയ ധനവാന്മാരും അതുമാതിരി ഭോജ സുഖഭോഗമുള്ളവരൊക്കെ ആയിത്തീരുന്നു. എന്നാലോ ലക്ഷ്മ്യാപതിം ഹരിം നതു, എന്നാലോ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ ഭർത്താവ് തന്നെയായിട്ടുള്ള ഭഗവാനെ ഭജിക്കുന്നവരെ അതുമാതിരി ധനികളും ഭോജന്മാരും ആവുന്നില്ല. എന്താണ്? ഈ പ്രാപഞ്ചിക വിഷയങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഭോഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ദിഗംബരനായിട്ട് നടക്കുന്ന ആ പരമേശ്വരനെ ഉപാസിക്കുന്ന ആൾക്കാർ പ്രായേണ എങ്ങനെയാണ്? അവർ ഈ ലൗകികമായുള്ള ധനവും സമൃദ്ധിയും ഒക്കെ പ്രാപിച്ച് അങ്ങനെ വളരെ സുഖമായിട്ട് കഴിഞ്ഞു കൂട്ടുന്നു. എന്നാലോ സാക്ഷാൽ സമ്പത്തിൻ്റെ ആ മൂർത്തിമത് ഭാവമായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവ് തന്നെയായിട്ടുള്ള ഭഗവാൻ പരമേശ്വരനെ, ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവർക്കോ അവർക്ക് ആർക്കും ആ സമ്പത്തും സുഖവും അങ്ങനെ പെട്ടെന്ന് കാണുന്നില്ല. അവരൊക്കെ പ്രായേണ ദരിദ്രന്മാരായി തീർന്നു. അതാണ് സാരം ഈ ശ്ലോകത്തിൻ്റെ. ഏതൽ വേദിതുമിച്ഛാമ സന്ദേഹോത്ര മഹൻഹിന വിരുദ്ധശീലയോ പ്രഭോ വിരുദ്ധാഭജതം ഗതി. വിരുദ്ധശീലയോ പ്രഭോ, ഇങ്ങനെ വിരുദ്ധമായിട്ടുള്ള ശീലങ്ങളോടുകൂടിയ ഈ പ്രഭുക്കളെ ഭജിക്കുന്നവരുടെ ഗതി ഫലം വിരുദ്ധമായിട്ട് തീരുന്നു. അതിൽ എനിക്ക് വല്ലാത്ത സംശയമുണ്ട് എന്ന് പറയുകയാണ് രാജാവ്. ഇതിനെ വേദിതുമിച്ചാമ, അതിൻ്റെ എങ്ങനെയാണ് ആ സംശയം തീർത്ത് തരണേ എന്നാണ് ശ്രീ ശിവബ്രഹ്മേശ്വരോട് പറയണത്. ശ്രീജോവാച ശിവ ശക്തിയുത ശശ്വൽ ത്രിലിംഗോ ഗുണസംവൃത വൈകാരിക തൈജസശ്ച താമസശ്ചിത്യഹം ധൃതാ. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ആ ശശ്വൽ ശക്തിയുത ശിവ, പരമേശ്വരൻ എങ്ങനെയാണ് എപ്പോഴും തൻ്റെ ശക്തിയോടുകൂടി ചേർന്നുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. ആ ശക്തി എങ്ങനെയാണ്? ത്രിലിംഗ, 3 ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. സത്വം, രജസ്, തമസ്, ഗുണസംവൃത. അഹം, അതുമാതിരി ഈ അഹങ്കാരം, വൈകാരികം, തൈജസം, താമസം, ഇങ്ങനെ 3 വിധത്തിലാണല്ലോ. പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ മൂർത്തിയായിട്ടാണ് പറയാറ്. അഹങ്കാരം 3 തരത്തിലുള്ള ഗുണങ്ങളാൽ 3 തരത്തിലായിട്ടാണ് പറയാറ്. തതോ വികാരാ അഭവൻ ഷോഡശാമീഷു കഞ്ചന ഉപധാവൻ വിഭൂതീനം സർവാസം അശ്നുതേ ഗതിം. അതിൽ നിന്ന് എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ഈ 3 തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്ന് 16 വികാരങ്ങൾ, രൂപഭേദങ്ങൾ ഉണ്ടാവുന്നു. അഭവൻ അമീഷു, ഇവയിൽ കഞ്ചന, ഓരോന്നിനെ ഉപധാവൻ ഭജിക്കുന്നവൻ, സർവാസാം വിഭൂതീനാം ഗതിം അശ്നുതേ, സകല വിഭൂതികളുടെയും ഫലത്തെ അനുഭവിക്കണമെന്ന് പറയുകയാണ്. അതായത് ആദ്യം 3 വികാരം, അഹങ്കാരം, അതിൽ നിന്ന് 16 വികാരങ്ങളുണ്ടായി. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് 10 വിധത്തിലുള്ള ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ദേവന്മാരെ
ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇതിൽ 16 എന്ന് പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾക്ക് അതിദേവതായിട്ടുള്ള 10 പേരും കൂടി ചേർക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 കൂടി കൂട്ടി 16 10 26 തീരുന്ന പറയുകയാണ്. അപ്പം അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുന്ന ദേവന്മാരെ ഭജിച്ചു വെച്ചാൽ എന്തുണ്ടാവും? അവർ ഓരോരുത്തരത്തിലുള്ള വിഭൂതികളെ അവർ നൽകാൻ അവർക്കൊക്കെ കഴിയും. ഹരിർഹി നിർഗുണ സാക്ഷാൽ പുരുഷ പ്രകൃതേ പരാ സർവദൃക് ഉപദ്രഷ്ട തംഭജൻ നിർഗുണോ ഭവാൽ. എന്നാലോ നിർഗുണോ ഭവേൽ, അതായത് ഹരി എന്ന് പറഞ്ഞാലോ ഇതിനൊക്കെ അതീതനായിട്ട് നിർഗുണനായിട്ട് ഗുണാതീതനായിട്ട് ഇരിക്കുന്നവനാണ്. പ്രകൃതിയെ പര, ഈ പ്രകൃതിയിൽ നിന്നൊക്കെ പരനായിട്ടിരിക്കുന്നതാണ് സാക്ഷാൽ പുരുഷ, യഥാർത്ഥ പുരുഷൻ തന്നെയാണ് അദ്ദേഹം. സർവദൃക്, അദ്ദേഹം എല്ലാറ്റിനും സാക്ഷിയായിട്ടും എല്ലാം കാണുന്നവനുമായിട്ട് അങ്ങനെ ഉപദ്രഷ്ട, എല്ലാം കാണുന്നവനായിട്ടിരിക്കുകയാണ്. തംഭജൻ, ആ ഹരിയെ ഭജിക്കുന്നവൻ നിർഗുണ ഭവയിൽ, അവൻ ഈ ഭജിക്കുന്ന ആളും ഹരിയുടെ ഭാഗത്തിലേക്ക് എത്തിച്ചേരും. അതായത് നിർഗുണത്തായിട്ട് ഗുണാതീതനായിട്ട് ഭവിക്കുന്ന പറയുകയാണ്. നിവൃത്തേഷു അശ്വമേധേഷു രാജായുഷ്മൽ പിതാമഹ ശൃണ്വൻ ഭഗവതോ ധർമാൻ അവൃച്ഛൽ ഇതമച്യുതം. അശ്വമേധേഷു നിവൃത്തേഷു, അങ്ങയ്ക്കുണ്ടായിട്ടുള്ള ഈ സംശയം പണ്ട് അങ്ങയുടെ യുഷ്മൽ പിതാ മുത്തച്ഛനായുള്ള യുധിഷ്ഠിരനും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. അദ്ദേഹം അശ്വമേധയാഗങ്ങളൊക്കെ ഭഗവാൻ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് രാജാ ഭഗവാനിൽ നിന്ന് ധർമാൻ ശൃണ്വൻ അച്യുതം ഇതം അവൃച്ഛൽ, ആ ധർമ്മങ്ങളെ പറ്റി ഭഗവാനിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനോട് ഇപ്രകാരം ചോദിച്ചു. സ ആഹ ഭഗവാൻ തസ്മൈ പ്രീത ശുശ്രൂഷവേ പ്രഭു നൃണാം നിശ്രേയസാർത്ഥായ യോവതീർണോ യദോ കുലേ. അങ്ങനെ സ ആഹ ഭഗവാൻ, അപ്പോൾ അതിന് മറുപടിയായിട്ട് അങ്ങ് പറഞ്ഞിട്ടുള്ള ചോദ്യം, എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ധർമ്മപുത്രർ ഭഗവാനോട് ചോദിച്ചത്. അപ്പോൾ അതിന് ഭഗവാൻ മറുപടി പറയാൻ, ആരാണ് ഈ ഭഗവാൻ? നൃണാം നിശ്രേയസാർത്ഥായ യദോ കുലേ യ അവതീർണ സ ഭഗവാൻ പ്രഭു. ഈ മനുഷ്യർക്ക് മോക്ഷത്തെ സാധിപ്പിക്കാനായിക്കൊണ്ട് യദുവംശത്തിലെ യാതൊരാൾ അവതരിച്ചുവോ ആ ഭഗവാൻ, പ്രഭുവായിട്ടുള്ള ഭഗവാൻ പ്രീത ശുശ്രൂഷവേ തസ്മൈ ആഹ, സന്തോഷിച്ചവനായിട്ട് കേൾപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ധർമ്മപുത്രരോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച യസ്യാഹം അനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈ തതോ ധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം. ഭഗവാൻ എന്താ പറഞ്ഞത്? ശ്രീ യസ്യ അനുഗൃഹാമി, ഞാൻ യാതൊരുവനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിക്കുന്നുവോ അവൻ്റെ തൽ ധനം ശനൈ ഹരിഷ്യേ, ഞാൻ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ അവൻ്റെ സമ്പത്തിനെ മുഴുവൻ അങ്ങോട്ട് ഹരിക്കും. അതിനുശേഷം ആ അധനം, ധനഹീനനായിട്ടുള്ള, അതുകൊണ്ടുണ്ടാവും ദുഃഖിത, ധാരാളം ദുഃഖങ്ങളും ഉണ്ടാകുന്ന അവനെ അസ്യ സ്വജനാത്യജിന്റെ, അവൻ്റെ ബന്ധുക്കളും കൂടി ധനവും ചെയ്യാണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളെ അവൻ്റെ ബന്ധുക്കളും ഉപേക്ഷിക്കും. സയദാ വിദോദ്യോഗോ നിർവിണ്ണ സ്യാൽ ധനീകയാ മൽപരൈ കൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. അങ്ങനെ ബന്ധുക്കളും എല്ലാം തിരിച്ചു, ധനവും പോയി, ബന്ധുക്കളൊക്കെ പോയി കഴിയുമ്പോൾ അവൻ എന്തുണ്ടാവും? അവൻ എപ്പോൾ അവൻ വിധതോ ഉദ്യോഗ, തൻ്റെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായി എന്ന് മനസ്സിലാക്കി ഇരിക്കുന്നു. ആ സമയത്ത് ധനേകയാ നിർവിണ്ണ, അപ്പം പിന്നെ എന്തുണ്ടാവും? പരിശ്രമങ്ങളൊന്നും കാര്യമില്ല, ധനം സമ്പാദിക്കൊന്നും വേണ്ട എന്ന് ചിന്തിച്ചിട്ട് ആ ധനം ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആ സ്പൃഹ, അത് തന്നെ ഇല്ലാണ്ട് വൈരാഗ്യം വരും, നിർവേദം പ്രാപിച്ചവനായി തീരവൻ. അപ്പോൾ മത്പരൈകൃതമൈത്രസ്യ മദനുഗ്രഹം കരിഷ്യ, ആ സമയത്ത് എന്തുണ്ടായിത്തീരും? എൻ്റെ ഭക്തന്മാരോടുള്ള സംഘം അവനുണ്ടായിത്തീരും. അങ്ങനെ ആ സത്സംഗം കൊണ്ട് എൻ്റെ അനുഗ്രഹത്തെ അവന് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വരികയാണ്. തൽ ബ്രഹ്മപരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോമം സുദുരാരാധ്യം ഹിത്വാന്യൻ ഭജതേ ജനാ. ആ സൽക്കർമ്മത്തിൻ്റെ മഹത്വം എന്തായി കഴിഞ്ഞു വെച്ചാൽ ആ സത്തുക്കളോട് കൂടിയുള്ള പെരുമാറ്റം കാരണം അവർ പറഞ്ഞു കേട്ടിട്ട് എന്തുണ്ടായിത്തീരും? പരമം സൂക്ഷ്മം ചിന്മാത്രം സത്,
അതായത് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതും ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതും ജ്ഞാനസ്വരൂപമായിട്ടുള്ള നാശരഹിതമായിട്ടുള്ള ആ അപരിച്ഛിന്നമായിട്ടുള്ള ആ ബ്രഹ്മത്തെ അനന്തകം ബ്രഹ്മ തസ്മൈ അവനായിക്കൊണ്ട് ദർശയാമി, ഞാൻ ദർശനം മനസ്സിലാക്കി കൊടുക്കും. അതെ അതാ സുദുരാരാധ്യം മാം ഹിത്വാ അന്യാൻ ജന ഭജതേ. എന്നാൽ ആരാധിപ്പാൻ ഏറ്റവും അശക്യനായിട്ടുള്ള എന്നെ വെടിഞ്ഞിട്ട് അന്യദേവന്മാരെ ആ സാധാരണ ജനങ്ങൾ ഭജിക്കണു. അതായത് എൻ്റെ ഈ സൂക്ഷ്മതത്വം മനസ്സിലാക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഭഗവാനെ ഭജിച്ച് പ്രീതിപ്പെടുത്താൻ സന്തോഷം വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? എളുപ്പത്തിൽ വേണ്ടിയിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മാവ് പരമേശ്വരമായിട്ടുള്ള ദേവന്മാരെയൊക്കെ അവർ ഭജിക്കുന്നു എളുപ്പത്തിലെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. തതസ്തു ആശുതോഷേഭ്യോ ലബ്ധരാജ്യശ്രിയോദ്ധതാ മത്താ പ്രമത്താ വരദൻ വിസ്മരന്ത്യവജാനതേ. തതസ്തേ എന്നാണ്. തേ അതായത് തതസ്തു എന്നല്ല, തതസ്തേ. അതിനുശേഷം അവര് ആശുതോഷേഭ്യ ലബ്ധരാജ്യശ്രിയ ക്ഷിപ്രം സന്തോഷിക്കുന്നവരായിട്ടുള്ള ഈ പരമേശ്വരൻ ബ്രഹ്മ അവരിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ എന്തായിരുന്നു? രാജ്യം, ഐശ്വര്യം ഇതൊക്കെ ലഭിച്ചവരായിട്ട് ഉദ്ധതാപ മാർഗം വിട്ട് നടക്കുന്നവരായിട്ട് മത്തന്മാരായിട്ട് മത്തന്മാർ മാത്രമല്ല ഗർഭിഷ്ഠന്മാരായി എന്ന് മാത്രമല്ല മനസ്സിരുത്താതെ പ്രമത്തന്മാരായിട്ട് വരദാൻ വിസ്മരന്തി അവജാനതേ. തങ്ങൾക്കുള്ള ലാഭമൊക്കെ ഇതിൽ വരമൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ അവരെന്ത് ചെയ്യും? ആ വരം നൽകിയിട്ടുള്ള ദേവന്മാരെ തന്നെ മറന്നുകൊണ്ട് അവരെ അവമാനിക്കുന്ന പ്രവൃത്തികളൊക്കെ ചെയ്തു പോകും. കാരണം തങ്കാര്യം നേടിക്കഴിഞ്ഞു വെച്ചാൽ പിന്നെ അവർക്ക് ആ ദേവന്മാരെയൊന്നും ആഗ്രഹമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. ശ്രീശുഗോവാച ശാപപ്രസാദയോരീശ ബ്രഹ്മവിഷ്ണു ശിവാദയ സദ്യ ശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മ നച്യുത. എന്നിട്ട് ശ്രീ ശിവബ്രഹ്മർഷി പറയാണ് ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞ വാക്കുകളെ പറഞ്ഞു. ശ്രീ ശിവബ്രഹ്മർഷി അതിനെ ഒന്ന് സാമാന്യമായിട്ട് പറയുകയാണ്. ബ്രഹ്മ വിഷ്ണു ശിവാദയ, ബ്രഹ്മാവ് വിഷ്ണു പരമേശ്വരൻ എന്നിവർ 3 പേരും ശാപപ്രസാദയോ ഈശ, വരം നൽകാനും അതുമാതിരി ശാപം നൽകാനും രണ്ടിനും കഴിവുള്ള ഈശ്വരന്മാരാണ്. പക്ഷേ പരീക്ഷത്തെ സദ്യ ശാപപ്രസാദ വേഗത്തിൽ ശാപത്തിനും വേഗത്തിൽ പ്രസാദിക്കാനും ശിവ ബ്രഹ്മാച, ശിവനും ബ്രഹ്മാവ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ സന്തോഷിക്കുകയും ചെയ്യും, വേഗത്തിൽ കോപം വന്ന് ശപിക്കുകയും ചെയ്യും. അച്യുത എന്ന ഭഗവാൻ വിഷ്ണു അങ്ങനെയല്ല, പ്രസാദിക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രസാദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കോപം വരില്ല. അത്ര ചോദാഹരന്തീമം ഇതിഹാസം പുരാതനം മൃഗാസുരായ ഗിരിശോ വരം ദത്വാവസങ്കടം. ഇതിനെ ദൃഷ്ടാന്തമായിട്ട് അങ്ങയ്ക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. പുരാതനം ഇമം ഇതിഹാസം, പണ്ടുണ്ടായുള്ള ഈ കഥയെ ഉദാഹരിച്ച് കാണിക്കാം. ഗിരിശ മൃഗാസുരായ വരം ദത്വാ സങ്കടം ആവാ. പരമേശ്വരൻ മൃഗാസുരൻ എന്നുള്ള അസുരനായിട്ട് വരത്തെ കൊടുത്തിട്ട് വളരെയധികം ക്ലേശത്തെ പ്രാപിക്കേണ്ടി വന്നു. എന്താണ് കഥ? മൃഗോ നാമ അസുരപുത്ര ശകുനേ പതി നാരദം ദൃഷ്ട്വാ അശുതോഷം പപ്രച്ഛ ദേവേഷു തിഷു ദുർമതി. ശകുനേ പുത്ര ദുർമതി മൃഗ നാമ അസുര. ശകുനിയുടെ പുത്രനും വളരെ ദുർബുദ്ധിയുമായിട്ടുള്ള മൃഗൻ എന്നു പേരുള്ള അസുരൻ പതി നാരദം ദൃഷ്ടു, അങ്ങനെ വഴിയിൽ പോണ സമയത്ത് നാരദ മഹർഷിയെ കണ്ടിട്ട് ചോദിച്ചു, എന്താണ്? ത്രിഷു ദേവേഷു ആശുദോഷം, അതായത് 3 ദേവന്മാരിലും വെച്ച് വേഗം പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ദേവൻ അല്ലെങ്കിൽ ആരെയാണ് വേഗത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത ആരാണ് എന്ന് ചോദിച്ചു. സ ആഹദേവം ഗിരിശം ഉപാദാവാശുസിദ്ധ്യസി യോൽപഭ്യം ഗുണദോഷാഭ്യം ആശുദുഷ്യതി കുപ്യതി. അപ്പൊ നാരദ മഹർഷി മറുപടി പറഞ്ഞു, ഗിരിശം ദേവം ഉപാധാവ, അതായത് ഗിരീശനായിട്ടുള്ള പരമേശ്വരനെ നന്നായിട്ട് ആരാധിച്ചോളൂ. ആശു സിദ്ധ്യസി, വേഗത്തിൽ സിദ്ധിയെ പ്രാപിക്കാൻ കഴിയും. കാരണം അദ്ദേഹം യാതൊരുത്തൻ അല്പാഭ്യാം ഗുണദോഷാഭ്യാം, ചെറിയ കാര്യങ്ങളായിട്ടുള്ള ഗുണദോഷങ്ങളാൽ തന്നെ ആശു തുഷ്യതി കുപ്യതി, വേഗത്തിൽ സന്തോഷിക്കുകയും ചെയ്യും, വേഗത്തിൽ കോപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദശാസ്യബാണയോ തുഷ്ട സ്തുവതോ ബന്ധിനോരിവ ഐശ്വര്യമതുലം ദത്വാ
തഥ ആവ സുസങ്കടം. സ്തുവതോ വന്ദിനോ ഇവ, അതായത് തന്നെ സ്തുതിക്കുന്നവരെ, വളരെ വന്ദിച്ച് സ്തുതിക്കുന്നവരെയും ആയിട്ടുള്ള ദശാസ്യ ബാണയോ, രാവണൻ്റെയും ബാണൻ്റെയും നേരെ അദ്ദേഹം വേഗത്തിൽ സന്തോഷിച്ചവനായിട്ട് അതുലം ഐശ്വര്യം ദത്തു, അവർക്ക് അസാമാന്യമായിട്ടുള്ള ഐശ്വര്യത്തേക്ക് നൽകിയിട്ട് അത് കാരണം തഥ സുസങ്കടം ആവ, അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ വളരെയധികം സങ്കടം പ്രാപിക്കേണ്ടിയും വന്നു എന്ന് പറയുകയാണ്. എന്താണ്ടായത്? രാവണൻ എന്തായത്? കൈലാസത്തെ തന്നെ ഉൽപാദനം ചെയ്തു. ബാണനോ കോട്ടവാതിൽക്കൽ കാവൽക്കാരനായിട്ട് പരമേശ്വരനെ കൊണ്ടുപോയി നിർത്തി. അങ്ങനെയുള്ള അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് സ്വയം അനുഭവിക്കേണ്ടി വന്നു. ഇത്യാദിഷ്ടസ്തമസുര ഉപാധാവൽ സ്വഗാത്രത കേദാര ആത്മക്രവ്യേണ ജുഹ്വാനോഗ്നിമുഖം ഹരം. അപ്പം അദ്ദേഹത്തിന് അതേ വേണ്ടോ, മറ്റുള്ള പരമേശ്വരന് എന്താ ബുദ്ധിമുട്ടുണ്ടാവുമെന്നില്ല. എനിക്ക് വേഗത്തിൽ കാര്യം സാധിക്കാൻ ആരാ നല്ലത്? പരമേശ്വരനെ തന്നെ ഭജിച്ചളയാം. ഇതി ആദിഷ്ട അസുര, ഇപ്രകാരം ആദേശിക്കപ്പെട്ട അസുരൻ കേദാരത്തിൽ പോയിട്ട് എന്താണ്, എങ്ങനെ തപസ് ചെയ്തു പരമേശ്വരനെ? സ്വഗാത്രത ആത്മക്രവ്യേണ ജുഹ്വാന, തൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ കഷ്ണമായിട്ട് മാംസം അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഹോമിക്കുന്നവനായിട്ട് അഗ്നിയിൽ അഗ്നിമുഖം ജുഹ്വാന, അഗ്നിയാകുന്ന മുഖത്തോടു കൂടി അങ്ങനെ ഹോമിച്ചുകൊണ്ട് അഗ്നിയാകുന്ന അഗ്നിമുഖം ആരാണ്? എല്ലാറ്റിൻ്റെയും മുഖം ഈ പരമേശ്വരനോ അല്ലെങ്കിൽ മഹാവിഷ്ണു ഇഷ്ടദേവതയാണ് മുഖം, അവരുടെ മുഖമാണ് അഗ്നി. അപ്പോൾ അങ്ങനെയാണ് അഗ്നിമുഖം തം ഹരം ഉപാധാവൽ, അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടാണ് ആ പരമേശ്വരനെ സേവിച്ചത്. ദേവോപലബ്ധമപ്രാപ്യ നിർവേദാൽ സപ്തമേഹരി ശിരോവൃച്ഛൽ സ്വധിതിനാ തത്തീർത്ഥക്ലിന്നമൂർധജം. ദേവോപലബ്ധിം അപ്രാപ്യ, ഇങ്ങനെ ദിവസവും ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളങ്ങനെ മുറിച്ച് അങ്ങനെ ഹോമിക്കുകയാണ്. എന്നാലോ 6 ദിവസം കഴിഞ്ഞിട്ടും ഭഗവാൻ ദർശനം കൊടുത്തില്ല എന്ന് പറയുകയാണ്. അപ്പം നിർവേദാൽ, സങ്കടം ഹേതുവായിട്ട് എന്ത് ചെയ്തു? സപ്തമേഹനി, 7ാമത്തെ ദിവസത്തിൽ തീർത്ഥക്ലിന്ന മൂർധജം, ആ തീർത്ഥത്താൽ നനയ്ക്കപ്പെട്ട തലമുടിയോട് കൂടിയുള്ള തൻ്റെ വേഗം കുളിച്ചു വന്ന ആ ശിരസ്സിനെ സ്വധീന അവൃച്ഛൽ, തൻ്റെ ആയുധം കൊണ്ട് തൻ്റെ ശിരസ്സിനെ തന്നെ അങ്ങോട്ട് മുറിക്കാൻ ഭാവിച്ചു. തഥാ മഹാകാരുണിക സദൂർജടി യഥാ വയം ചാഗ്നിരിവോത്ഥിതോനലൽ നിഗൃഹ്യദോർഭ്യം ഉദയോർണ്യവാരയൽ സ്പർശനാൽ ഭൂയ ഉപസ്കൃതാകൃതി. അത് അപ്പോഴേക്കും മഹാകാരുണിക ആയിട്ടുള്ള സദൂർജടി പരമേശ്വരൻ അനലാൽ ഉത്ഥിത വേഗം അഗ്നിന്ന് അങ്ങോട്ട് പൊന്തി വന്നിട്ട് അഗ്നി പോലെ ജ്വലിക്കുന്നവനായിട്ട് യഥാവയം നമ്മളെ എന്ന പോലെ ദൗർഭ്യാം ഭൂജയോ നിഗൃഹ്യ, 2 കൈകളും കൊണ്ട് ആ അസുരൻ്റെ കൈകളിൽ പിടിച്ചിട്ട് തടഞ്ഞു. അയ്യോ എന്താ നിവാരയൽ, എന്താ അതല്ലേ, ആ സാഹസമൊന്നും കാണിക്കരുത്, ഇങ്ങനെ ശിരസ് ഹോമിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സമാശ്വസിപ്പിച്ച് എന്ത് ചെയ്തു? തൽ സ്പർശനാൽ, ആ ഭഗവാന്റെ സ്പർശനം കൊണ്ട് തന്നെ ഭൂയ ഉപസ്കൃതാകൃതി, അതായത് ആ പരമേശ്വരൻ വൃകാസുരനെ നിന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴേക്ക് എന്തുണ്ടായി? അദ്ദേഹത്തിന് ആ മുറിഞ്ഞു പോയുള്ള കഷ്ണങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് ആ പഴയ പ്രകാശിക്കുന്ന ഒരു ശരീരം ആ അസുരൻ ഉണ്ടാവുകയും ചെയ്തു. അങ്കാലമലം വടീഷ്വമേ തമാഹ ചാംഗ അലമലം വൃണീഷ്വമേ യഥാവികാമം വിതരാമി ദേവരം പ്രിയേയതോയേന നൃണം പ്രപദ്യതം അഹോത്വയാത്മാ വൃഷമർദ്യതേ വൃഥാ. എന്താ പരമേശ്വരനോട് പറഞ്ഞത്? ഏ പൂജ്യ അംഗ, മതി അലം മേ യഥാഭികാമം വരം വൃണീഷ്വ. എന്താണ് വരം വേണ്ടച്ചാൽ അങ്ങയുടെ ആഗ്രഹ അനുസരണം എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം എന്ന് പറയുകയാണ്. തേ വിതരാമി, കാരണം പ്രപദ്യതാം നൃണാം, എന്നെ ഭജിക്കുന്ന ഒരു മനുഷ്യൻ ഭക്തിയോട് കൂടിയിട്ട് ഒത്തിരി ജലം തന്നാൽ തന്നെ ഞാൻ പ്രീതനായിട്ട് ഭവിക്കും. ത്വയാ, അങ്ങ് എന്ത് ചെയ്തു? എനിക്ക് ആത്മാവൃതാവൃശം മർദ്യതേ, തൻ്റെ ശരീരത്തെ തന്നെ ഇങ്ങനെ മുറിച്ച് തരിയല്ലേ ചെയ്ത്, സ്വന്തം ശരീരത്തിന് ഇങ്ങനെ പീഡിപ്പിക്കുകയല്ലേ ചെയ്തത്, കഷ്ടം തന്നെ എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്.
ദേവം സവംവ്രേ പാപീയൻ വരം ഭൂതഭയാവഹം യസ്യ കരം ശീർഷ്ണി ദാസ്യേ സംമ്രിയതാമിതി. ഇങ്ങനെ കാരുണികനായിട്ടുള്ള പരമേശ്വരനോട് എന്താണ് പാപിയാൻ സ വളരെ മഹാപാപിയായിട്ടുള്ളവൻ എന്താണ് വരം ചോദിച്ചത്? യസ്യ ശീർഷ്ണി കരം ധാസ്യ, ഞാൻ ആരുടെയൊക്കെ ശിരസ്സിൽ എൻ്റെ കയ്യിനെ വെക്കുമോ സ മ്രിയത, അവൻ മരിച്ചു വീഴണം. ഇതി ഭൂതഭയാവ്, ഇങ്ങനെ ഭൂത പ്രാണികൾക്കെല്ലാം ഭയത്തെ ഉണ്ടാക്കി തീർക്കുന്ന വരം ദേവം ആ പരമേശ്വരനിൽ നിന്ന് കാരുണികനായുള്ള പരമേശ്വരനിൽ നിന്ന് ഈ ദുഷ്ടനായിട്ടുള്ള ഈ അസുരൻ ആ വരാണ് അർത്ഥിച്ച് വാങ്ങിയത്. തച്ഛ്രുത്വാ ഭഗവാൻ രുദ്രോ ദുർമനാ ഇവ ഭാരത ഓം ഇരി പ്രഹസം തസ്മൈ ദദേഹേരമൃതം യഥാ. പരീക്ഷിത്തെ, അതാണ് ഭാരത. ഭഗവാൻ രുദ്ര തൽശ്രുത്വ, ഷഡ്ഗുണ പരിപൂർണനായിട്ടുള്ള പരമേശ്വരൻ ഇവന്റെ വാക്കുകളെ കേട്ടിട്ട് എന്താണ് ദുർമന ഇവ, ഒരു വൈമനസ്യത്തോടു കൂടിയിട്ടാണെങ്കിലും കൂടിയിട്ട് പ്രകർഷേണ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഹസൻ അഹേ അമൃതം യഥ, പാമ്പിന് പാല് കൊടുക്കണ പോലെ ഓം ഇതി തസ്മൈ ദദേ, അങ്ങനെ തന്നെ എന്ന് ഓം എന്ന് പറഞ്ഞു ചോദിച്ചാൽ അനുവാദം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ശരി എന്ന് പറഞ്ഞതിന് അർത്ഥമാണ് ഓം എന്നുള്ളത്. അങ്ങനെ അത് കൊടുത്തുകൊണ്ട് അതായത് എന്താ വേണ്ട വരം അങ്ങനെ നൽകി എന്ന് പറയുകയാണ്. ഇത്യുക്ത സോസുരോ നൂനം ഗൗരീകരണലാലസ സതൽ വരപരീക്ഷാർത്ഥം ശംഭോർമൂർധ്നി കിലാസുര സ്വഹസ്തം ധാതുമാരേവേ സോബിഭ്യൽ സ്വഹൃതൽ ശിവ. അങ്ങനെ വരം കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇതിയുക്ത സ അസുര, പറഞ്ഞ ഉടനത്തുള്ള അസുരൻ എന്ത് ചെയ്തു? ഗൗരീകരണലാലസനൂനം, എന്താണ് ഈ ഇവന്റെ ആഗ്രഹം ഉണ്ടായിരുന്നറിയോ? ഈ പരമേശ്വരനെ പത്നിയായുള്ള പാർവതി ദേവിയെ തൻ്റെ സ്വന്താക്കണം എന്നായിരുന്നു ഇവന്റെ താല്പര്യം. അപ്പൊ എന്ത് ചെയ്തു? അതിന് സ അസുരാം തത് വരപരീക്ഷാർത്ഥം, തൻ്റെ വരം പരീക്ഷിക്കും വേണം. പിന്നെ ഈ പാർവതി ദേവിയെ താൻ പ്രാപിക്കണം വെച്ചാൽ ഇടയിൽ നിൽക്കുന്ന ആളാരാണ്? ഈ പരമശിവൻ. ആ പരമേശ്വരനെ വധിക്കും വേണം. അതിനെന്ത് ചെയ്തു? ശംഭോ മൂർധ്നി സ്വഹസ്തം ധാതും ആരേവേ, തൻ്റെ കൈ അങ്ങനെ നീട്ടിയിട്ട് പരമേശ്വരന്റെ ശിരസ് തന്നെ കൈവയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ശിവ സ്വകൃതാൽ അഭിഭ്യൽ, പരമേശ്വരൻ താൻ ചെയ്തുള്ള ഈ അബദ്ധത്തിൽ നിന്ന് വളരെയധികം പേടിച്ചു. കാരണം വരം കൊടുത്തു കഴിഞ്ഞു, കൈ വെച്ചാൽ തൻ്റെ ശിരസ് അപ്പോൾ ഭസ്മമായി പോവും. എന്താണ് വേണ്ടത്? ഈ അസുരൻ എന്ന് പറയുന്നതാണ് ഈ യുക്ത, സാക്ഷാൽ പരമേശ്വരൻ ജഗദീശ്വരനാണ്, തനിക്ക് വരദാതാവാണ്. അങ്ങനെയുള്ള ഭാവമൊക്കെ ഈ യുക്തിയൊക്കെ ആരാ ചിന്തിക്കുക? സാധാരണ മനുഷ്യന്മാരെ. ഇവന് അസുരനാണ്, അതുകൊണ്ട് അവന് യുക്തായുക്ത വിചാരമൊന്നുമില്ല. വേഗം തൻ്റെ കാര്യം നടന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം എന്ത് ചെയ്തു ഭഗവാൻ? തേനോപസൃഷ്ട സന്ത്രസ്ത പരാധാവത്സവേഭതു യാവദന്തം ദിവോ ഭൂമി കാഷ്ടാനം ഉദഗാതുദക് തേന ഉപസൃഷ്ട. അപ്പോഴേക്ക് എന്താ ഈ പരമേശ്വരൻ പെട്ടെന്ന് അങ്ങടെ അവിടുന്ന് ഓടാൻ തുടങ്ങിയപ്പോഴോ ഇവൻ പിന്നാലുണ്ട്. ഉപസൃഷ്ട അനുഭവിക്കപ്പെട്ടവനായിട്ട് വരാണ്ട്. സന്ത്രസ്ത സവേഭതു, പേടിച്ച് വിറയിലോട് കൂടിയവനായിട്ട്. ദിവ ഭൂമേ കാഷ്ടാനാം യാവദന്തം, ഭൂമിയിലും ആകാശത്തിലും ദിക്കുകളിലേക്ക് അറ്റം വരെ പരമേശ്വരൻ ഓടി. പരാധാവൽ ഉദകാൽ, അതിനുശേഷം വടക്ക് ദിക്ക് കൂടെ അങ്ങോട്ട് ഉദ്ഗമിച്ചു. എവിടേക്ക്? ആ വൈകുണ്ഠത്തിലേക്ക് ഭാഗത്തേക്കാണ് പോയത്. അജാനന്ദ പ്രതിവിധിം തൂഷ്ണീമാസൻ സുരേശ്വര തഥോ വൈകുണ്ഠമകമൽ ഭാസ്വരം തമസപ്പരം. പ്രതിവിധിം അജാനന്ദ, എന്താ ഇതിനൊരു പ്രതിവിധി എന്നറിയാതെ സുരേശ്വര തൂഷ്ണീമാസൻ, മറ്റുള്ള എല്ലാ ദേവന്മാരും അവരെല്ലാവരും ഒന്നും പറയാൻ വയ്യാണ്ട് മിണ്ടാണ്ട് അങ്ങനെ ഇരുന്നു പറയാണ്. തഥ തമസപ്പരം ഭാസ്വരം വൈകുണ്ഠം അകമൽ, പരമേശ്വരനോ അന്ധകാരത്തിനും അവിദ്യയാകുന്ന ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെല്ലാം പുറത്തായിട്ട് അങ്ങനെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈകുണ്ഠ ലോകത്തിലേക്കാണ് ഓടിച്ചെന്നത്. എത്ര നാരായണ സാക്ഷാൽ ന്യാസിനാം പരമാഗതി ശാന്താനാം ന്യസ്തദണ്ഡാനാം യഥോ നാവർത്തതേ ഗത. അവിടെ ആരാണ് ഇരിക്കുന്നത്? ശാന്താനാം ന്യസ്തദണ്ഡാനാം, അതായത് ശാന്തന്മാരും അതുമാതിരി മറ്റുള്ള ദണ്ഡങ്ങളെല്ലാം ഉപേക്ഷിച്ചവരും ന്യാസിനം എല്ലാം ത്യജിച്ചവരുമായിട്ടുള്ള സന്യാസികളുടെ പരമഗതിയായിട്ടുള്ള ഉത്കൃഷ്ടഗതിയായിട്ടുള്ള സാക്ഷാൽ നാരായണനാണ് അവിടെ ഇരിക്കുന്നത്. ഗത
യഥ ആവർത്തത്തെ ഈ വൈകുണ്ഠത്തിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തിരിച്ചു വരവുണ്ടാവില്ല. അത്ര അതാ വൈകുണ്ഠ ലോകത്തിലേക്കാണ് അദ്ദേഹം ഓടിച്ചെന്നത്. തം തഥാ വ്യസനം ദൃഷ്ട്വാ ഭഗവാൻ വൃതിനാർദ്ദന ദൂര പ്രത്യുതിയാൽ ഭൂത്വാ വടുവോ യോഗമായയാ. തഥാ വ്യസനം തം വൃജിനാർദ്ദ അങ്ങനെ വളരെയധികം വ്യസനത്തോടു കൂടിയുള്ള പരമേശ്വരനെ കണ്ടിട്ട് വൃജിനാർദ്ദന എല്ലാവരുടെയും ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണൻ എന്ത് ചെയ്തു? യോഗമായയാ വടുകഭൂത്ത തൻ്റെ യോഗമായ കൊണ്ട് ഒരു ബ്രഹ്മചാരിക്കുട്ടിയുടെ വേഷമെടുത്തിട്ട് ദൂരാൽ പ്രത്യുതിയാൽ ദൂരത്തിൽ നിന്ന് മൃഗാസുരൻ്റെ നേരെ അങ്ങോട്ട് മുമ്പിൽ അങ്ങോട്ട് ഇടയിലാണ് ചെന്ന് നിന്നു. പരമേശ്വരൻ്റെയും മൃഗാസുരൻ്റെയും ഇടയിലാണ് ചെന്ന് നിന്നു. മേഖലാജിനദണ്ഡാക്ഷൈർ തേജസാഗ്നിരിവജ്വലൻ അഭിവാദയാമാസ ചതം കുശപാണിർ വിനീതവൽ. നല്ല ബ്രഹ്മചാരി കുട്ടിയായിട്ടാണ്. എങ്ങനെയാണ്? മുഞ്ചക്കയറ്, കൃഷ്ണ മൃഗത്തിൻ്റെ തോല്, കയ്യിൽ വടിയുണ്ട്, ദണ്ടുണ്ട്, ജപമാല ഉണ്ട്, ഇതൊക്കെയാണ് ധരിച്ചുകൊണ്ട് തേജസ് കൊണ്ട് അഗ്നിയെ പോലെ പ്രകാശിക്കുന്നവനായിട്ട് കയ്യിൽ കുശം ധരിച്ചിട്ടുണ്ട്. എന്നപ്പോൾ വളരെ വിനയത്തോടു കൂടിയിട്ട് അഭിവാദയാമാസ അതിലെ ആ അസുരൻ്റെ മുമ്പിൽ, മൃഗാസുരൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തു. ശ്രീ ഭഗവാനുവാച ശാകുനേയ ഭവൻ വ്യക്തം ശ്രാന്ത കിം ദൂരമാഗത ക്ഷണം വിശ്രമ്യതം പുംസ ആത്മായം സർവകാമധു. ഭഗവാൻ എന്താണ് വളരെ വിനീതനായിട്ട് ഈ മൃഗാസുരനോട് പറഞ്ഞത്? ഏ ശകുനേയ, ശകുനിപുത്ര, ഭവാൻ ശ്രാന്ത, അങ്ങ് ഓടിയിട്ട് വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. വ്യക്തം വളരെ സ്പഷ്ടമാണ്. കിം ദൂരമാകതെ, എന്താണ് അങ്ങനത്ര അധികം വിഷമിച്ച് ഓടിക്കൊണ്ട് വന്നിരിക്കുന്നത്? ക്ഷണം വിശ്രമിത്താം, കുറച്ചു നേരം വിശ്രമിച്ച് നിൽക്കും, മതി ഇങ്ങനെ വല്ലാണ്ട് ഓടിക്കരച്ച് വന്നിട്ട് പുംസ അയം ആത്മാ സർവകാമധു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി ക്ഷീണിച്ച് ശരീരം ഇല്ലാണ്ടായിട്ട് കാര്യമുണ്ടോ? കാരണം ഈ ശരീരമാണ് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് കുറച്ചു നേരം നിന്ന് വിശ്രമിക്കൂ, എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്നോട് പറയൂ പറയാണ്. യതിന ശ്രവണായാലം യുഷ്മൽ വ്യവസിതം വിഭോ ഭണ്യതാം പ്രായശ പുംഭിർ ഹൃദയ സ്വാർത്ഥൻ സമീകതേ. ഏ വിഭോ, അങ്ങനെ എല്ലാത്തിനും സമർത്ഥനായിട്ടുള്ള ആളാണ്. എങ്കിൽ കൂടി യുഷ്മൽ വ്യവസിതം ന ശ്രവണായ അലം യതി തരിഹി ഭണ്യതാം. അതായത് അങ്ങയുടെ ഈ ഓടി പോകുന്നതിൻ്റെ ഈ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കേൾക്കാൻ ഞാൻ യോഗ്യനാണ് വെച്ചാൽ എന്നോട് പറഞ്ഞു തന്നാലും പറയണം. പ്രായേണ ധൃതൈ പുംഭി സ്വാർത്ഥാൻ സമീകതേ. സാധാരണ സ്വന്തം കാര്യങ്ങൾ എല്ലാവരും തന്നെത്താനാണ് സാധിക്കാറുള്ളത്. എന്നാലോ സഹായിയായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞു വെച്ചാൽ എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഞാനും അങ്ങയെ സഹായിക്കാം. എന്താണ് അങ്ങയുടെ അപ്പുറത്തെ വിഷമം, പ്രശ്നം എന്താണെന്ന് പറയൂ എന്നാണ് ഭഗവാൻ മൃഗാസുരനോട് പറഞ്ഞത്. ശ്രീ ശിവോവാച ഏവം ഭഗവതാ പൃഷ്ടോ വചസാ അമൃതവർഷിണ ഗതക്ലമോ ബ്രവീൽ തസ്മൈ യഥാപൂർവമനുഷ്ഠിതം. ഏവം അമൃതവർഷിണ വചസ, ഇപ്രകാരം വളരെ അമൃത് പോലുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാനാൽ ചോദിക്കപ്പെട്ടവനായിട്ടുള്ള ആ മൃഗാസുരൻ ഗതക്ലമ, പെട്ടെന്ന് ആ ഭഗവാന്റെ ചോദ്യം കൊണ്ടും ഭഗവാനെ ധരിച്ചുകൊണ്ടും ക്ഷീണമൊക്കെ തീർന്നവനായിട്ട് യഥാപൂർവം അനുഷ്ഠിതം തസ്മൈ അബ്രവീൽ. ഇതുവരെ കഴിഞ്ഞുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഭഗവാനോട് പരമേശ്വരനെ തപസ് ചെയ്തതും വരം വാങ്ങിയതും, വരം വാങ്ങിയിട്ട് ആ വരം പരീക്ഷിക്കാൻ നോക്കിയപ്പോൾ താൻ പരമേശ്വരൻ മുമ്പിൽ പിന്നാലുമായിട്ട് ഇങ്ങനെ ഓടുന്നതൊക്കെ ആ ഭഗവാനോട് പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീ ഭഗവാനുവാച ഏവം ചേത്തർഹി തദ്വാക്യം നവയം ശ്രദ്ധീമഹി യോ ദക്ഷജാവാൽ പൈശാച്യം പ്രാപ്ത പ്രേതപിശാചരാട്. ഭഗവാൻ എന്താ പറഞ്ഞപ്പോൾ ഏവം അങ്ങനെയാണെങ്കിൽ തരിഹി, അതാണ് എന്നാൽ തദ്വാക്യം, അവൻ്റെ വാക്യത്തെ വയം ന ശ്രദ്ധീമഹി, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ്. ആരുടെ? പരമേശ്വരൻ്റെ വാക്കിനെ. പരമേശ്വരൻ ഇപ്പം അങ്ങേക്ക് വരം തന്നു എന്നല്ലേ പറയണേ, എന്നാൽ എനിക്കത് വിശ്വാസമില്ല പറഞ്ഞ കാരണം ദക്ഷശാപാൽ, ആ പരമേശ്വരനെ എങ്ങനെ അറിയോ? ദക്ഷൻ്റെ ശാപം കാരണമായിട്ട് പ്രേതപിശാചരാ, പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയൊക്കെ രാജാവായിട്ട് പൈശാച്യം പ്രാപ്ത, പിശാചുക്കളുടെ വൃത്തിയെ പ്രാപിച്ച ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വരം നൽകാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അത് അബദ്ധമാണ്, അങ്ങനെ പറ്റിക്കുകയാണ് ചെയ്തിരിക്കണേ പറയാണ്. യതി വസ്തത്ര വിശ്രംഭോ
ദാനവേന്ദ്രജകൾ ഗുരൗ തർഹ്യങ്കാശു സ്വശിരസി ഹസ്തമ്യസ്യ പ്രതീയതം. അതുകൊണ്ട് ദാനവേന്ദ്ര, അസുരാധിപതിയായിട്ടുള്ള അങ്ങുണ്ടല്ലോ, അങ്ങക്ക് ഇങ്ങനെ അബദ്ധം വരാൻ പാടില്ലായിരുന്നു. വ ജഗൽ ഗുരു തത്ര യതി വിശ്രംഭ, ഞങ്ങളൊരു കാര്യം ചെയ്തോളൂ, പരമേശ്വരനിൽ അത്ര ജഗൽഗുരു ആയിട്ടുള്ള പരമേശ്വരനിൽ അത്രയധികം വിശ്വാസം അങ്ങക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പൂജ്യനായിട്ടുള്ള അങ്ങൊരു കാര്യം ചെയ്യൂ. സ്വശിരസി ഹസ്തം ന്യസ്യ ആശു പ്രതീയതാം. പരിശോധിക്കാൻ ഈ പരമേശ്വരന് പിന്നാലെ ഓടേണ്ട ആവശ്യമുണ്ടോ? അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ അവനവൻ്റെ ശിരസ് തന്നെയാണ് കൈ വെച്ചിട്ട് നോക്കിയാൽ പോരെ, പരീക്ഷിച്ചാൽ പോരെ എന്നാണ് ചോദിച്ചത്. യദ്യസത്യം വചശംഭോ കഥഞ്ചിൽ ദാനവർഷഭ തദൈനം ജിഹ്യസദ്വാചം നയൽ വക്താനൃതം പുനാ. ഈ ഋഷഭ, ദാനവശ്രേഷ്ഠ, ശംഭോ വച കഥം ചിൽ അസത്യം യതി. ആ പരമേശ്വരന്റെ വാക്ക് ഏതെങ്കിലും വിധത്തില് അസത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അസത്തായിട്ടുള്ള വാക്കിനെ സംസാരിക്കുന്ന അദ്ദേഹത്തിനെ വേഗം ചെന്ന് അങ്ങ് ശിക്ഷിക്കണം, താടിക്കണം. യൽ പുന ആനൃതെന്ന വക്ത, പിന്നീട് അദ്ദേഹം ഇങ്ങനെ നുണ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയും വേണം. പരീക്ഷിച്ച് നോക്കിയിട്ട് പോയാൽ മതി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇത്തം ഭഗവത ചിത്രൈർവചോബി സസുപേശലൈ ഭിന്നധീ വിസ്മൃത ശീർഷ്ണി സ്വഹസ്തം കുമതിവ്യഥാൽ. ഇത്തം ഭഗവത ചിത്രൈ സുപേശലൈ വചോഭി ഭിന്നധീ. ഇപ്രകാരം മഹാവിഷ്ണുവിൻ്റെ വളരെ രമ്യങ്ങളായിട്ടുള്ള സുപേശലായി വളരെ പേശലങ്ങളായിട്ടുള്ള വാക്കുകളാൽ ബുദ്ധി ഭ്രമിച്ചവനായിട്ടുള്ള അവൻ വിസ്മൃത, പെട്ടെന്നൊരു വിസ്മൃതി വന്നിട്ട് കുമതി, അത് കുൽസിത ബുദ്ധിയായിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഭഗവാന്റെ മായയിലും ദുർബുദ്ധിയും ഇതില്ലേ പെട്ടെന്ന് ബുദ്ധി ഭ്രമിച്ചത്. ശീർഷ്ണി സ്വഹസ്തം വ്യഥാൽ, സ്വഹസ്തം വ്യഥാൽ, തൻ്റെ ശിരസ് തന്നെ തൻ്റെ കയ്യിനെ കൊണ്ട് വെച്ചു. എന്നിട്ടോ അഥാവതൽ ഭിന്നശിര വജ്രാഹതൈവക്ഷണൽ ജയശബ്ദോ നമശബ്ദ സാധുശബ്ദോ ഭവൽ ദിവീ. അങ്ങനെ പെട്ടെന്ന് അവൻ ശിരസിൽ കൈ വെച്ച ഉടനെ വജ്രാഹതൈവ ക്ഷണാൽ ഭിന്നശിര അവതൽ. എന്ത് ചെയ്തു? വജ്രം കൊണ്ട് ഹനിക്കപ്പെട്ടവനെ പോലെ ഒരു നിമിഷം കൊണ്ട് ഭേദിച്ച ശിരസോട് കൂടിയിട്ട് അവൻ ഭൂമിയിൽ അങ്ങോട്ട് വീണു. ആ സമയത്ത് ജയശബ്ദവും നമശബ്ദവും സാധുശബ്ദവും ഒക്കെ ആകാശത്തിലും ഭൂമിയിലൊക്കെ അങ്ങനെ മുഴങ്ങി എന്ന് പറയുകയാണ്. മുമുജു പുഷ്പവരിഷാണി അതേ പാപേ വൃകാസുരേ ദേവർഷി പിതൃഗന്ധർവാ മോചിത സങ്കടാൽ ശിവാ. പാപേ വൃകാസുരേ ഹതേ. ഇപ്രകാരം ആ പാപിയായിട്ടുള്ള വൃകാസുരൻ ഹനിക്കപ്പെട്ടപ്പോൾ ദേവന്മാരും പിതൃക്കളും ഗന്ധർവന്മാരും പുഷ്പവർഷങ്ങളെ ചെയ്തു. പരമേശ്വരൻ സങ്കടാൽ മോചിത, സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു. മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമ അഹോ ദേവ മഹാദേവ പാവോയം സ്വേന ആത്മനാ അത കോനുമഹൽ സ്വീശ ജന്തുർവൈ കൃതകിൽവിഷ ക്ഷേമീസ്യാൽ കിമു വിശ്വേശേ കൃതാഗസ്കോ ജഗൽ ഗുരൗ. അതായത് എന്താണ്? മുക്തം, ഇങ്ങനെ തൻ്റെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പരമേശ്വരനോട് ഭഗവാൻ പുരുഷോത്തമനായിട്ടുള്ള മഹാവിഷ്ണു ഇപ്രകാരം അദ്ദേഹത്തിനെ അഭിമുഖമായി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. മഹാദേവ, അയം പാപ, ഈ പാപി സ്വേന പാത്മന, തൻ്റെ പാപം കൊണ്ട് തന്നെ ഹനിക്കപ്പെട്ടു. അഹോ ഈശ, അല്ലയോ ഈശ്വര, മഹൽസു കൃതകിൽഭിഷ, മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരില് ആരെങ്കിലും ചെയ്യപ്പെട്ടു പാപങ്ങൾ ചെയ്തു വെച്ചാൽ ആ ജന്തു, ആ പ്രാണി ക്ഷേമമുള്ളവനായിട്ട് ഒരിക്കലും ഭവിക്കില്ല എന്നുള്ളത് അതിൻ്റെ ഉറപ്പായി. കാരണം വിശ്വത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള ലോകഗുരുവിൽ അപരാധത്തെ ചെയ്തവൻ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ശത്രുക്കളായിട്ടുള്ള ആൾക്കാരിൽ ആരെങ്കിലും എന്തെങ്കിലും പാപം ചെയ്താൽ തന്നെ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, അവൻ ഉടനെ ഹനിക്കപ്പെടും. അപ്പം പിന്നെ ഈ അസുരൻ സാക്ഷാൽ ജഗൽഗുരു ആയിട്ടുള്ള അങ്ങയിൽ ഇങ്ങനെ അപരാധം ചെയ്തവൻ പിന്നെ രക്ഷപ്പെടില്ല എന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏവം അവ്യാകൃത ശക്തിയുതന്വത പരസ്യ സാക്ഷാൽ പരമാത്മനോഹരേ ഗിരിത്രമോക്ഷം കഥയേൽ ശൃണോതി വാ വിമുച്യതേ സംസൃതിഭിः
തദാരിഭി. ഇനി ഈ കഥയ്ക്കൊരു ഫലശ്രുതിയും പറയാണ്. അവ്യാകൃത ശക്തി ഉദന്യുത, ഒരിക്കലും മറക്കപ്പെടാത്തതായിട്ടുള്ള ആ ശക്തിയുടെ സമുദ്രമായും സാക്ഷാൽ പ്രത്യക്ഷമായ പരമാത്മാവായും പരസ്യ പരനായും ഇരിക്കുന്ന ഹരേ മഹാവിഷ്ണുവിൻ്റെ ഈ ഗിരിത്രമോക്ഷം, ഈ ഗിരീശനായിട്ടുള്ള പരമേശ്വരനെ സങ്കടത്തിൽ മോചിപ്പിച്ചതായിട്ടുള്ള ചരിത്രത്തെ ഈ കഥയിൽ ആര് പറയുന്നുവോ അല്ലെങ്കിൽ ശൃണോതിവ ആര് കേൾക്കുന്നുവോ അവൻ സംസൃതിഭി കഥ, ഈ സംസാര ദുഃഖം തന്നെ ഒന്ന് പേടിയൊന്നും അവനുണ്ടാവില്ല എന്ന് മാത്രമല്ല അരിഭി വിമുച്യതേ, തൻ്റെ ശത്രുക്കളിൽ നിന്നുള്ള അവിടുന്നുള്ള സങ്കടം കൂടിയിട്ട് ഇല്ലാണ്ട് ഈ തീരും അവനെ എന്ന് പറയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുദ്രമോക്ഷണം നാമ അഷ്ടാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.